അടക്കമുള്ള UDF നേതാക്കൾ മുന്നോട്ട് പോയത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ പ്രശ്നത്തിൽ ഉത്തരവാദിത്ത ബോധം കാണിക്കേണ്ട കേരളത്തിന്റെ വനം മന്ത്രി ഈ ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ഈ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കാനും തയ്യാറായത് നിലമ്പൂരിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിലമ്പൂരിലെ ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിലാണ്. ഈ ഒരു പാവപ്പെട്ട കുട്ടിയുടെ മരണം പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, ദുഷ്ടരോക്കോടുകൂടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതിനിന്ദ്യമായിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുള്ള വനം മന്ത്രി നിലമ്പൂർ നിവാസികളോട് മാപ്പ് പറയുക മാത്രമല്ല, അദ്ദേഹം സ്ഥാനം രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ഇത്തരത്തിലൊരു മന്ത്രിയെ എങ്ങനെയാണ് കേരളത്തിന് സഹിക്കാൻ കഴിയുന്നത്? കേരളത്തിലെ ജനങ്ങൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കഷ്ടപ്പെടുന്ന സമയത്ത് ഗാനമേളയ്ക്ക് പോവുകയും പാട്ടുപാടുകയും ചെയ്യുന്ന മന്ത്രി, വളരെ നിസ്സാരമായിട്ട് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു വനം മന്ത്രി, ഈ വനം മന്ത്രിയുടെ ഭാഗത്തുണ്ടായ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനക്കെതിരെ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ തരത്തിലാണ് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് വനം മന്ത്രിയും തയ്യാറാവുന്നതെങ്കിൽ വനം മന്ത്രിയെയും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും നിലമ്പൂരിന്റെ മണ്ണിൽ തെരുവിൽ തടയാൻ UDF-ന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ പ്രതിഷേധ സമരം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടുകൂടാ. ഇപ്പൊ 15 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനിയും എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഈ സംസ്ഥാന സർക്കാർ കണ്ണടച്ചുകൊണ്ടിരിക്കും? ഇനിയും എത്ര മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഈ സർക്കാർ മൗനം പാലിച്ചുകൊണ്ടിരിക്കും? റോമാ നഗരം കത്തിയേരുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ റോമാ നഗരം കത്തിയേറിയുമ്പോൾ, നിലമ്പൂര് കത്തിയേറിയുമ്പോൾ മകൾ വീണയെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരും. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള അഭിനവ നീറോ ആയിട്ടുള്ള പിണറായി വിജയന്റെ ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള നിലപാടിനെതിരെ നിലമ്പൂരിലെ ജനത അതിശക്തമായി പ്രതിഷേധിക്കും. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച, അതിനിന്ദ്യമായ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച കേരളത്തിന്റെ വനം മന്ത്രി മാപ്പ് പറഞ്ഞ് രാജിവെക്കും വരെ ഈ പോരാട്ടവുമായി UDF പ്രവർത്തകരും UDYF-ന്റെ പ്രവർത്തകരും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനായിട്ടുള്ള പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം വന്നിട്ടുണ്ട്. അദ്ദേഹം തുടർന്ന് സംസാരിക്കും. ഈ ഒരു ദൗത്യമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷ സർക്കാർ എന്ത് നിലപാടാണ് ഈ നാട്ടിലെ ഒരു ദുരന്തത്തോട് പോലും പുലർത്തുന്നത് എന്നുള്ളതാണ്. ബഹുമാന്യനായ മന്ത്രിയോട് ഇന്ന് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. അനന്തു എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ മരിച്ചു കിടക്കുമ്പോ ആ വേദനയിൽ ഈ നാട് മുഴുവനും വളരെ നെഞ്ചുരുകി ആ മൃതദേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് മന്ത്രി പറയുന്നത് ഞാൻ എന്തിന് നിലമ്പൂരിലേക്ക് പോകണമെന്നാണ്. നിലമ്പൂരിലേക്ക് എന്തിനാണ് പോകേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയെയാണ് വനം വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിലമ്പൂരിന്റെ രാഷ്ട്രീയം ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞ പോലെ വളരെ പ്രകടവും കൃത്യവുമായിരിക്കുകയാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ യുദ്ധമാണ് നയിക്കുന്നത്. ആ രാഷ്ട്രീയ യുദ്ധം ഒരു ഏകാധിപതിയും അദ്ദേഹത്തിന്റെ സർക്കസ് കൂടാരവും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പൊതുജനം അണിനിരക്കുന്ന രാഷ്ട്രീയ യുദ്ധമാണ് ഞങ്ങൾ നിലമ്പൂരിൽ നയിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നിലമ്പൂരിലെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഒരു കുട്ടിയുടെ മരണം പോലും, എത്ര ദാരുണമായ മരണം പോലും, അതിലെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സങ്കടവും ഇല്ലാതെ ഒരു ഗവൺമെന്റ് ഇതിനെ യാതൊരു മാന്യതയും ഇല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അത് തുറന്നു ചോദിക്കാനും അതിന് പ്രതിഷേധിക്കാനും UDYF-ന്റെ പ്രവർത്തകന്മാർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഈ സമരം തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിലമ്പൂരിന്റെ സാധാരണ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരമാണ്. എത്ര പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്, എത്ര പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ വനം വകുപ്പിന്റെ തലതിരിഞ്ഞ നിലപാട് കൊണ്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള ഗവൺമെന്റും ഈ കാര്യത്തിൽ നടത്തുന്ന ഒത്തുകളിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം നമുക്ക് നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിരിക്കുന്ന എല്ലാവരും, ഈവൻ സ്ഥാനാർത്ഥി പോലും ഈ വിഷയത്തോട് പ്രതികരിച്ച ഒരു രീതിയുണ്ട്. ആ രീതി നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കേവലം നിലമ്പൂരിലെ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. നിലമ്പൂർ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കേരളത്തിലെ
ഒരു സർക്കാരിന്റെ ഏകാധിപത്യത്തിനെതിരായിട്ട് ഒരു ജനശബ്ദത്തെയും അംഗീകരിക്കാതെ, ഒരു ജനവികാരത്തെയും മാനിക്കാതെ, ഒരു ജനങ്ങളുടെ സെന്റിമെന്റ്സിനെയും പരിഗണിക്കാതെ ഈ ഏകാധിപത്യ രീതിയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ തടയാൻ തന്നെയാണ് UDYFന്റെ പ്രവർത്തകന്മാർ ഇറങ്ങിയിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഈ സമരം തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അതോടൊപ്പം പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ഓരോ വിഷയത്തിലും ഗവൺമെന്റിന്റെ നിലപാടിതാണ്. ഓരോ സംഘർഷങ്ങളും ഉണ്ടാകുമ്പോഴും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ എത്ര അവധാനതയില്ലാതെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്ന മുഴുവൻ UDYFന്റെ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി.